നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടെ വിശ്വാസികൾ. ഇറാഖ് സന്ദർശനത്തിനിടെ തന്നെ വധിക്കാൻ ശ്രമമുണ്ടായെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വെളിപ്പെടുത്തൽ. പഴയ സംഭവം വെളിപ്പെടുത്തിയത് ആത്മകഥയിൽ. എല്ലാമാണ് മാർപ്പാപ്പ. ഇപ്പോൾ വിശ്വാസികളെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. 3 വർഷം മുമ്പ് ഇറാഖ് സന്ദർശനത്തിനിടെ തന്നെ വധിക്കാൻ ശ്രമമുണ്ടായെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വെളിപ്പെടുത്തൽ. 2021 മാർച്ചിൽ മൊസ്യൂൾ സന്ദർശിക്കുന്നതിനിടെ ഒരു വനിതാ ചാവേറും സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കും ആക്രമണത്തിന് നീങ്ങുന്നതായി ബ്രിട്ടീഷ് ഇന്റലിജൻസ് വിവരം നൽകിയെന്നും ഇറാഖി പോലീസ് തടഞ്ഞതിനെ തുടർന്ന് അവ ലക്ഷ്യത്തിലെത്തും മുമ്പ് പൊട്ടിത്തെറിച്ചെന്നും ഉടൻ പ്രസിദ്ധീകരിക്കുന്ന ആത്മകഥയിലാണ് മാർപ്പാപ്പ വെളിപ്പെടുത്തിയത്. 2025 മഹാജൂബിലി വർഷാചരണത്തോടനുബന്ധിച്ച് ജാനുവരി 14-ന് 80-ലേറെ രാജ്യങ്ങളിൽ പ്രകാശനം ചെയ്യുന്ന ഹോപ്പ് എന്ന പേരിലുള്ള ആത്മകഥയുടെ ചില ഭാഗങ്ങൾ ഒരു ഇറ്റാലിയൻ ദിനപത്രം പ്രസിദ്ധീകരിച്ചതിലാണ് ഇക്കാര്യം പറയുന്നത്. മാർപ്പാപ്പയുടെ 88ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ചായിരുന്നു പ്രസിദ്ധീകരണം. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും സഭയുടെ കാര്യത്തിൽ വളരെ സജീവമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. നാളിതുവരെ 47 അപ്പസ്തോലിക് സന്ദർശനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. 1936 ഡിസംബർ മാസം 17-ാം തീയതി അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലാണ് മാർപ്പാപ്പ ജനിച്ചത്. ജോർജ് മരിയ ബെർഗോളിയ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര്. 1969 ഡിസംബർ 13-ന് ആർച്ച് ബിഷപ്പ് റമോൻ ജോസ് കാസ്റ്റലോനയിൽ നിന്നും പട്ടം സ്വീകരിച്ചു. 1973 ജൂലൈ 31-ന് അർജന്റീനയിലെ ജസ്യൂട്ട് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1986 മാർച്ചിൽ ജർമ്മനിയിലെത്തി PhD പഠനം പൂർത്തിയാക്കി. ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പ് എന്ന ആന്റോണിയോ ഗൊറോസിനിയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബെർഗോളിയെ ബിഷപ്പാക്കുവാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തീരുമാനിച്ചു. 1992 മെയ് 20-ന് സഭയുടെ ഉത്തരവിന് പിന്നാലെ ഫാദർ ജോർജ് ബെർഗോളിയെ മെയ് 27-ന് ബിഷപ്പായി അഭിഷിക്തനാക്കി. തുടർന്ന് ബ്യൂണസ് ഐറിസിന്റെ സഹായ മെത്രാൻ, ഔക്ക രൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകളിൽ നിയമിച്ചു. 1997 ജൂൺ 3-ന് ജോർജ് ബെർഗോളിയ ഓക്സിലറി ആർച്ച് ബിഷപ്പായി. 9 മാസങ്ങൾക്ക് ശേഷം കർദിനാൾ ആന്റോണിയോ ഗ്യോറസിന്റെ കാലം ചെയ്തതിനെ തുടർന്ന് ബ്യൂണസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായി ജോർജ് ബെർഗോളിയ നിയമിച്ചു. 1998 ഫെബ്രുവരി 28-ന് ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി ചുമതലയേൽക്കുകയും അർജന്റീനയിലെ കിഴക്കൻ സഭകളുടെയും ആരാധനാ സമിതികളുടെയും ചുമതലകളും നൽകി. 2001 ഫെബ്രുവരി 21-ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോർജ് ബെർഗോളിയെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. കർദിനാൾ പദവി ലഭിച്ച ശേഷം ബെർഗോളി ബിഷപ്പുമാരുടെ സിനഡിന്റെ ജനറൽ റിലേറ്റർ പദവി നൽകി. ജോൺ പോൾ രണ്ടാമന്റെ മരണത്തിന് ശേഷം 2005-ൽ ചേർന്ന കോൺക്ലേവിൽ ജോർജ് ബെർഗോളിയും പങ്കെടുത്തിരുന്നു. 2013 മാർച്ച് 13-ന് നടന്ന കോൺക്ലേവിൽ സഭാ ചരിത്രത്തിലെ 266-ാമത്തെ മാർപ്പാപ്പയായി അർജന്റീനക്കാരനായ കർദിനാൾ ജോർജ് മരിയ ബെർഗോളിയെ തിരഞ്ഞെടുത്തു. ഫ്രാൻസിസ് ഒന്നാമൻ എന്ന നാമത്തിൽ മാർപ്പാപ്പയായി സ്ഥാനമേറ്റു. കത്തോലിക്ക സഭയുടെ തലവനായി അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മാർപ്പാപ്പയും ആദ്യത്തെ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച മാർപ്പാപ്പ എന്ന ഖ്യാതിയും മാർപ്പാപ്പയ്ക്കാണ്.